എവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹോർമുസ് കടലിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി എന്ന് അവകാശപ്പെടുമ്പോഴും അത് ഫലവത്തല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഉപരോധം ആരംഭിച്ച ശേഷം ഇന്നലെ തന്നെ 34 കപ്പലുകൾ ഈ കടലിടുക്കിലൂടെ കടന്നുപോയതായി ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ കപ്പലുകളൊന്നും തന്നെ ഇറാനിലേക്കോ ഇറാനിൽ നിന്നോ പോയ കപ്പലുകളല്ലാത്തത് കൊണ്ടാണ് അവയെ തടയാത്തത് എന്നും ഇയാൾ പറയുന്നുണ്ട്. അമേരിക്കൻ നേവിയുടെ സെക്യൂരിറ്റിയിൽ സുരക്ഷിതമായി ഈ കപ്പലുകളെ കടത്തിവിട്ടു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഈ കപ്പലുകൾ രഹസ്യമായി ഇറാന് ടോൾ നൽകിയിരുന്നു എന്നാണ് ഇറാനിൽ നിന്നും വരുന്ന റിപ്പോർട്ട്. എന്നാൽ അമേരിക്കൻ സെക്യൂരിറ്റിയോ ഭയമോ ഒന്നുമില്ലാതെ ചൈനയുടെ റിച്ച് സ്റ്റോറി എന്ന എണ്ണ ടാങ്കർ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചതായി റിപ്പോർട്ട് വന്നത് അമേരിക്കൻ ഉപരോധം ഫലപ്രദമല്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഒരു കാരണവശാലും ചൈനീസ് കപ്പലുകൾ തടയാൻ ശ്രമിക്കരുത് എന്ന് ചൈന ട്രംപിന് നേരത്തെ തന്നെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുൻ പറയുന്നത് ഹോർമുസ് കടലിടുക്ക് ചൈനീസ് കപ്പലുകൾക്കായി എപ്പോഴും തുറന്നു കിടക്കും എന്നാണ്. ഇത് ശരിക്കും അമേരിക്കയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അമേരിക്ക ഈ ഉപരോധമൊക്കെ ഏർപ്പെടുത്തുമ്പോഴും ഞങ്ങളുടെ കപ്പലിനൊന്നും അമേരിക്കയ്ക്ക് തൊടാൻ ധൈര്യമില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണിത്. അമേരിക്കൻ ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഹോർമസിലെ അമേരിക്കൻ ഗുണ്ടായിസം വെച്ച് വെറുപ്പിക്കാൻ കഴിയില്ലെന്നും ചൈന പറയുന്നതോടെ അമേരിക്കൻ ഉപരോധത്തിന് വലിയ ആയുസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ ഹോർമസ് ഉപരോധമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് മടങ്ങാൻ സൗദി അറേബ്യ ട്രംപിനെ സ്വകാര്യമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. കാരണം ഹോർമസ് അടച്ചതോടെ 70% എണ്ണക്കച്ചവടം നിലച്ച സൗദിക്ക് ആകെ ആശ്രയമായിട്ട് ഇപ്പോഴുള്ളത് യമന് സമീപമുള്ള ബാബൽ മന്ദാബാണ്. അമേരിക്കയോടുള്ള പ്രതികാരം എന്ന നിലയിൽ ഈ ഒരു വാതിൽ കൂടി അടയ്ക്കാൻ ഹൂത്തികളോട് ഇറാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് ഈ അവശേഷിക്കുന്ന പാത കൂടിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുണ്ടാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നാടകം ഒഴിവാക്കിക്കൊണ്ട് ഹോർമുസിൽ നിന്നും പിന്മാറാനാണ് സൗദി ട്രംപിനോട് പറയുന്നത്. ശരിക്കും പാകിസ്ഥാനിലെ ചർച്ച പരാജയപ്പെട്ടതോടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ ഉപരോധം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഏതാനും ചെറിയ ചില കപ്പലുകളെയൊക്കെ കൊണ്ടിട്ടുകൊണ്ട് ഒരു നാടകം കളിക്കുന്നത്. എന്നാൽ ഈ നാടകം ഇറാനും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടെഹ്റാൻ ബാബിൽ മന്ദാബിനെ ഹോർമുസിനെ പോലെ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്നും ഒറ്റ സിഗ്നലിൽ അതിനെ തടസ്സപ്പെടുത്താമെന്നും ഇറാന്റെ വിദേശനയ ഉപദേഷ്ടാവ് പരസ്യമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഈ ബാബിൽ മന്ദാബ് വഴി പോകുന്ന സൗദി കപ്പലുകളെ ആക്രമിക്കരുത് എന്ന് ഹൂത്തികളിൽ നിന്നും ഈ സൗദി അറേബ്യ നേരത്തെ ഉറപ്പ് വാങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതുവരെ ഈ കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കാത്തത്. ഇക്കാര്യം സൗദിയും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഞ്ഞികൂടി മുട്ടിക്കരുത്, നിങ്ങളുടെ ഈ നാടകങ്ങളെല്ലാം നിർത്തി വല്ല ചർച്ചയും ചെയ്തൊരു തീരുമാനം ഉണ്ടാക്കുക എന്നാണ് സൗദി ട്രംപിനെ ഉപദേശിക്കുന്നത്. അതേസമയം ഈ ഹോർമുസ് കടലിൽ ഉപരോധിക്കാൻ വേണ്ടി US മിഡിൽ ഈസ്റ്റിൽ 15 യുദ്ധക്കപ്പലുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പലാണ്. ഈ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒമാൻ്റെ ഉൾക്കടലിലാണ്. കഴിഞ്ഞ മാസം ഈ കപ്പലിനെ ഇറാൻ ആക്രമിച്ചിരുന്നു. അതിന് കുറേ തീപിടുത്തമൊക്കെ ഉണ്ടായി, കുറേ തകർന്നിട്ട് ഈ കപ്പൽ തിരിച്ചു പോയിട്ട് വീണ്ടും അതോമാർ തയ്യാറാക്കി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒമാൻ ഉൾക്കടൽ എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും ഒരു 100-150 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിലോ പസഫിക്കിലോ ആണെങ്കിൽ പോലും ഇറാന് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാൻ കഴിയും. അപ്പോഴാണ് ഈ തൊട്ടടുത്ത് വന്ന് കിടന്നുകൊണ്ട് ഹോർമസ് ഉപരോധിക്കും എന്നൊക്കെ ട്രംപ് വീരവാദം അടിക്കുന്നത്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നതായതുകൊണ്ട് ഇറാനെ അധികം പ്രകോപിപ്പിക്കാതെ ഉപരോധങ്ങൾ മന്ദഗതിയിലാണ് ഇപ്പോൾ അമേരിക്കൻ നേവി നടത്തുന്നത് എന്ന് നമ്മൾ അറിയണം. പിന്നെ ഇതിലൂടെ ട്രംപിനുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഉപരോധമുള്ളത് കൊണ്ട് ഭൂരിപക്ഷം കപ്പലുകളും ഇതുവഴിയൊന്നും വരാത്തത് കൊണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് ട്രംപിന് നൽകിയിട്ടുള്ളത്. ഇതുവഴി ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി കപ്പൽ കടത്തിവിടാൻ വേണ്ടി കപ്പൽ കമ്പനികളൊന്നും തയ്യാറാവുന്നില്ല. എങ്ങാനും അടികെട്ടി മുങ്ങിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും കിട്ടുകയില്ല എന്ന് ഈ കമ്പനികൾക്കറിയാം. അതുകൊണ്ട് ആരും അങ്ങോട്ട് വരുന്നില്ല. അതല്ലാതെ അമേരിക്കൻ ഉപരോധം ഉണ്ട് എന്ന് കരുതിയല്ല ആരും വരാത്തത്. കുറേ ഒരു 10,000 കപ്പലവിടെ കിടപ്പുണ്ട് കേട്ടോ. അവരാരും കടന്നു പോകാൻ തയ്യാറാവുന്നില്ല. എന്നാൽ കുറച്ച് ദിവസം കൂടി ഉപരോധം എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടുകൊണ്ട് ഇവിടം വിടാനാണ് ട്രംപിൻ്റെ പ്ലാൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ മീഡിയയുടെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇയാൾ ഈ കപ്പലും എല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് തിരിച്ച് സ്ഥലം വിടും എന്ന കാര്യവും ഉറപ്പാണ്. അതേസമയം കടുവയെ പിടിച്ച കിടുവ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞ് വന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ പറയുന്നത് ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കെടുത്തതിന് ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, UAE, ജോർദാൻ എന്നിവരിൽ നിന്നും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ്.
ഇല്ലെങ്കിൽ ഇവരെല്ലാവരും ഇറാന്റെ ആക്രമണം തുടർന്നും നേരിടേണ്ടി വരുമെന്നുമാണ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ മേഖലയിൽ ഇറാൻ പതിയെ പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനയായിട്ട് വേണം ഇറാന്റെ ഈ ആവശ്യത്തെ നമ്മൾ കാണാൻ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനവും സംരക്ഷണവും ഇനി ഈ രാജ്യങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ സൗദി അറേബ്യയും മറ്റും ശ്രമിക്കുന്നുണ്ട് എന്നും ഇക്കൂട്ടത്തിൽ പറയുകയാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയെ പുറത്താക്കാൻ ഇറാനൊപ്പം ഒരുമിച്ച് നിന്നാൽ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ നിന്നും ഇവർക്കെല്ലാം രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇവരെല്ലാം സംബന്ധിച്ച് പെട്ടെന്ന് ഇറാനൊപ്പം നിൽക്കുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. കാരണം അമേരിക്കയെ പിണക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. അക്കാര്യം ഈ രാജ്യങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. കാരണം UAE ഇപ്പോഴും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പക്ഷത്താണ്. ഇസ്രയേൽ അബ്രഹാം കരാറിൽ കുരുക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇസ്രയേൽ തകർന്നെങ്കിൽ മാത്രമേ ഈ കരാറിൽ നിന്നും UAEക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്നാൽ അതിനൊന്നും ഇനി വലിയ താമസം ഉണ്ടാവില്ല. അതുവരെ കാത്തിരിക്കാം എന്നാണ് ഇപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയെ ഇതിനകം തന്നെ കൈയഴിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയ്ക്ക് പകരം ചൈനയിൽ നിന്നും ഡ്രോണുകളും മിസൈലുകളും ഇവർ വാങ്ങിക്കഴിഞ്ഞു. പിന്നെ റഷ്യയിൽ നിന്നും പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അവർ വാങ്ങുന്നുണ്ട്. പിന്നെ ഫ്രാൻസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി വലിയ പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗുണങ്ങളാണ്. അല്ല ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ യൂറോപ്പിലോട്ടും ചൈനയിലേക്കുമൊക്കെ മാറിയിരിക്കുകയാണ്. കാരണം അമേരിക്കയ്ക്ക് വലിയ ഗുണമൊന്നുമില്ല. അമേരിക്ക ഈ വാചകടി മാത്രമേ ഉള്ളൂ. അമേരിക്ക കൊണ്ടൊരു ആവശ്യത്തിന് ഉതകുകയല്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ അമേരിക്കയായിട്ടുള്ള ബന്ധം അളവ് കുറച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് വിപുലമായ ബന്ധം സ്ഥാപിക്കുകയാണ്, പ്രത്യേകിച്ച് ചൈനയും റഷ്യയുമായിട്ട്. ഇനി റഷ്യയും ചൈനയുമായിട്ട് കൂടിയെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഏതാണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പലപ്പോഴും അമേരിക്കയെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നുണ്ട്. ഈ അടുത്ത് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടും റഷ്യയെ പണക്കാൻ സൗദി തയ്യാറായിട്ടില്ല എന്നറിയണം. പിന്നെ ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ലെന്നും അമേരിക്കയോട് സൗദി പറയേണ്ടി വന്നു. ഇപ്പോൾ തന്നെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളും അമേരിക്കയ്ക്ക് സ്ഥലം കൊടുക്കാഞ്ഞുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് വരേണ്ടി വന്നത്. അവിടെ ഉണ്ടായിരുന്ന സൈനിക താവളങ്ങൾ വരെ ഇറാൻ അടിച്ചു കളയുന്നതും ഇവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഇവർ പിന്നെ ഷിപ്പിലൊക്കെ കിടന്നിട്ടാണ് തിരിച്ചടിച്ചുകൊണ്ടിരുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടേത് ഈ പ്രൊട്ടക്ഷൻ പണം വാങ്ങുന്നതുകൊണ്ട് അവിടെ പോയിരുന്ന് കുറച്ച് പ്രതിരോധ മിസൈലുകളൊക്കെ കൊടുത്ത് കുറേ മിസൈലുകൾ അടിച്ചിട്ടു എന്നല്ലാതെ അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഒരു യുദ്ധം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം ഈ അറബ് രാജ്യങ്ങളുടെ നിസ്സഹകരണം മൂലമാണ്. അങ്ങനെ പതിയെ അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും പിന്തള്ളപ്പെടുകയാണ് എന്നുള്ളതാണ് സത്യം. അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ ജയിക്കൽ അസാധ്യമായതുകൊണ്ട് യുദ്ധം കഴിയുന്നതോടെ ഇവരെല്ലാവരും ഓരോരുത്തരായി പതുക്കെ അമേരിക്കയെ പൂർണ്ണമായും പുറത്താക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇനി അവസാനമായിട്ട് നമുക്ക് ലെബനോണിലെ ഒരു ശകലം കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ ലെബനോനുമായി ബന്ധപ്പെട്ട ഇസ്രയേലിൻ്റെ ഒരു വിഭജന പദ്ധതി ഇപ്പോൾ ചോർന്നിട്ടുണ്ട്. അതായത് ലെബനോനെ 3 മേഖലകളായി വിഭജിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ പറയുന്നത്. അതായത് ലെബനോന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു 8 കിലോമീറ്റർ പ്രദേശം സ്ഥിരമായിട്ട് ഒരു ബഫർ സോണാക്കി മാറ്റാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനം. ഇങ്ങനെ ബഫർ സോണായി മാറുന്നതോടെ ഇവിടെ നിന്നും നിലവിൽ ഇപ്പോൾ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ആ പ്രദേശത്തേക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തത് ലിറ്റാന് നദിയുടെ തെക്ക് ഭാഗത്ത് ഒരു സൈനിക പ്രവർത്തന മേഖലയാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെയുള്ള ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റുകയും പൂർണ്ണമായും ആ ഏരിയ എല്ലാം നിരായുധീകരിച്ച് വളരെ ശുദ്ധമാക്കി എടുക്കും. അതാണ് ഉമ്മാരുടെ ലക്ഷ്യം. ബാക്കിയുള്ള മൂന്നാമത്തെ സോൺ എന്ന് പറയുന്നത് ലിറ്റാനിയുടെ വടക്കും പിന്നെ ലെബനോനിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും അവരുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം മുഴുവൻ തകർക്കുകയൊക്കെ ചെയ്യുന്നവരെ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറില്ല. അതിനുവേണ്ടി ലെബനോൻ സൈന്യം ഇവരെ സഹായിക്കണം. അങ്ങനെയാണ് കരാറ് വരാൻ പോകുന്നത്. അതായത് ലെബനോണിൻ്റെ സെൻട്രൽ ഭാഗം മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിലാവും എന്നുള്ളതാണ് ഈ വിഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലെബനോൺ നന്നാക്കാനൊന്നുമല്ല. ഇസ്രായേൽ പതുക്കെ ലെബനോൺ മൊത്തമായിട്ട് പിടിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് മൂലപാത്രം ബാക്കിയിടും. ആ ഭാഗവും ബഫർ സോൺ ആക്കി മാറ്റിക്കൊണ്ട് അവിടെ കുടിയിറക്കപ്പെട്ടവർക്കൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിലേക്കാക്കി ഉമ്മാർ ആ സ്ഥലം ഉമ്മാരെ കണ്ട്രോളാക്കുക. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ലെബനോനെ അറിയിക്കാൻ വേണ്ടി ലെബനോനുമായിട്ട് ഇന്ന് വാഷിങ്ടണിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുവേണ്ടി മാർക്ക് റൂബിയോ ഇസ്രായേലി ലെബനോൻ അംബാസഡർമാരെ സ്വീകരിച്ചുകൊണ്ട് ഒരു ചർച്ച വരുന്നുണ്ട്. ലെബനോനെ രക്ഷിക്കാവുന്ന നിലയിലാണ് ഇവർ ഈ ചർച്ചയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ലെബനോനെ രക്ഷിക്കുകയല്ല, ലെബനോൻ പിടിച്ചെടുക്കുകയാണ് എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ചർച്ചയൊക്കെ ഒരു വഴിക്ക് ഇങ്ങനെ നടക്കും. പക്ഷേ ഹിസ്ബുള്ളയെ ഇറാനെ തകർക്കാൻ കഴിഞ്ഞാലേ ഉള്ളൂ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ ഈ സ്വപ്നം നടപ്പാകൂ എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കൊല്ലം ഗസയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്ന് പറഞ്ഞ് ട്രംപും നെതന്യാഹുവും ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നാണ്.
അവസാനം ഹമാസിൻ്റെ കാല് പിടിച്ചിട്ടാണ് ഇമാർ യുദ്ധം പോലും അവസാനിപ്പിച്ചതും ഇമാരുടെ ബന്ദികളെല്ലാം തിരിച്ചെടുത്തതും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ലെബനോനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ സൈന്യം കനത്ത പോരാട്ടത്തിലാണ്. ഒരു വിധത്തിലും ഹിസ്ബുള്ളമാർക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തെക്കൻ ലെബനോനിൽ നടന്ന പോരാട്ടത്തിൽ 154 ഓഫീസർമാർക്കും സൈനികർക്കും പരിക്കേറ്റതായിട്ട് ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട സൈനികരുടെ എണ്ണം 50-ലധികമാണ്. ഇത്രയും ബുദ്ധിമുട്ടി ആളുമൊക്കെ കൊല്ലപ്പെട്ട് യുദ്ധം കൊണ്ടുപോകുമ്പോഴാണ് ലെബനോൻ വിഭജിക്കാൻ നടക്കുന്നത്. ഈ ഒരിക്കലും നടക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന രണ്ടാൾക്കാരാണ് ട്രംപും നെതന്യാഹും എന്ന് പറയേണ്ടതുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകൂ എന്ന് സ്വയം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ കയറി യുദ്ധം ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. അതിന് ഈ രാജ്യങ്ങൾ രണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ചെകുത്താന്മാർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഭീകരർ മനസ്സിലാക്കുന്നില്ല. അത് തിരിച്ചറിയാത്തടത്തോളം ഈ രാജ്യങ്ങൾ വീണ്ടും വീണ്ടും തകർന്നു പോവുകയും അവരുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ച് ലോകത്ത് ഒറ്റപ്പെടുകയും ചെയ്യും. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.